വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്നാരുമില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ? നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസേ, ഏറിയാൽ 1 മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ... ചേച്ചി, ചേച്ചി എവിടെ പോയിരുന്നു? ഞാൻ ഇത് ശരിയാണോ ചേച്ചി? മോളെ, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല. ആ, സമയം ഒരുപാടായി. ചേച്ചി കടന്നോളൂ. അമ്മയും മോളും കൂടി ഒരു ചെറിയ വിരുന്നിന് പോയിരിക്കാം. ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ ടിവിയിൽ നോക്കി. എന്താ വിശേഷം? എന്താന്ന് വെച്ചാ പറയണ്ടേ? അദ്ദേഹം പിന്നെ വന്നില്ലല്ലോ ചേട്ടാ. അദ്ദേഹം ആര് മോളെ? സോമെന്ന് പറഞ്ഞ ആള്. ഏത് സോമൻ? അന്ന് എന്റെ നൃത്തം കണ്ടിട്ട് സമ്മാനം തന്ന ആളില്ലേ? എന്തിനാ അയാൾ വരുന്നത്? അയാൾ ഇനിയും വരുമെന്ന് നിന്നോട് പറഞ്ഞോ? എനിക്ക് നല്ല വിശ്വാസമാ, വരാതിരിക്കില്ല. നിനക്ക് വല്ല അബദ്ധവും പറ്റിയ മോളെ?
എല്ലാവരും അറിയുന്നതിന് മുമ്പേ വന്നാൽ മതിയായിരുന്നു. ചതിച്ചോ മോളെ? അച്ഛാ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി തല്ലിയിട്ടും കൊന്നിട്ടും കാര്യം എന്താ? മാനക്കേട് എന്തെന്ന് നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ എല്ലാം സഹിക്കുക തന്നെ, അല്ലാതെ എന്താ ചെയ്യ? അമ്മാവാ, എന്താ രാധേ? ആ സാറിന്റെ മേൽവിലാസം ഇവിടെ ഉണ്ടാവില്ലേ? ആ ദുഷ്ടന്റെയോ ബുക്കിൽ കാണും. അതൊന്ന് എഴുതി തരണം അമ്മാവാ. എന്തിനാ? ഒരു കത്ത് എഴുതി നോക്കാനാ. ആ, നീ വീട്ടിലേക്ക് പോയിക്കോ. എഴുതി എടുപ്പിച്ച് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ശരിയായ മേൽവിലാസമാണോ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം? സരസ്, കത്തുകൾ അയച്ചിട്ട് മറുപടിയൊന്നുമില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ സരസു. ഈ സ്ഥിതിയിലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. ജനാർദ്ദനൻ ചേട്ടാ, എന്റെ സ്നേഹം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. നിന്റെ അച്ഛനോട് ഞാനിത് പറയട്ടെ. ചേട്ടാ, ഞാൻ നശിച്ചവളാണ്. ചേട്ടൻ എന്നെ കുറിച്ച് ഓർക്കരുത്. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നോട് നിന്റെ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലൊരു തെറ്റ് പറ്റിയെന്ന് കരുതി ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് സരസു. മോള് മോള് എന്താണ് ചേച്ചി? അച്ഛൻ എവിടെ? അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കില്ലേ? ഇപ്പൊ വരും ചേച്ചി. ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ പോയി ജാനകി എന്നെ വിളിച്ചോണ്ട് വരാം. എനിക്കിനി എന്ത് വിഷമം? എന്റെ ചേച്ചി നിനക്ക് ഞാൻ അമ്മയും ചേച്ചിയും വിളിക്കുന്നു. ചേച്ചി ചേച്ചി എന്റെ എല്ലാമാണ്. എനിക്ക് തെറ്റുപറ്റി. ചേച്ചി മിണ്ടാതെ കിടന്നുറങ്ങും. കേൾക്കുമോളെ, എന്തുകൊണ്ടാ ചേച്ചിക്ക് തെറ്റുപറ്റിയത്? മോൾക്കറിയില്ല. പണക്കാരാണ്. പാവങ്ങളുടെ മനസ്സ് കാണാനുള്ള ഹൃദയം അവർക്കില്ല. അവർക്ക് നമ്മളൊക്കെ കളിപ്പാവുകളാണ്. പണം പിശാചാണ് മോളെ. ആ പിശാചാണ് എന്നെ ഇങ്ങനെ നശിപ്പിച്ചത്. എന്റെ പൊന്ന ചേച്ചിക്കറിയല്ല. നിനക്കെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത്. ഒരിക്കലില്ല, ഒരിക്കലില്ല. ഇനിയും ടിവിയിൽ പണക്കാരി വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴരുത്.
ഒരു കാലത്തുള്ള ചേച്ചി, എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാനിനി ജീവിക്കില്ല മോളെ. എനിക്ക് തീരെ വയ്യ ചേച്ചി. മോളെ, എന്റെ കുഞ്ഞിനെ എടുക്കൂ. നീയാണ് ഇനി അമ്മ. ചേച്ചി, ഇവന് നീ നിന്റെ മനസ്സിൽ വെച്ച് വളർത്തണം. നിന്റെ ചേച്ചിക്ക് പറ്റിയ തെറ്റ് ഇവനെ കാണുമ്പോഴല്ല നീ ഓർമ്മിക്കണം. ചേച്ചി, ചേച്ചി അങ്ങനൊന്നും സംസാരിക്കില്ലേ? ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പൊന്ന് ചേച്ചിയല്ലേ. ചേച്ചി കിടന്നിറങ്ങും. ഒരങ്കുളം ചേച്ചി, ചേച്ചി എനിക്ക് ചേച്ചി കുഞ്ഞു കരയുമ്പോ ചേച്ചി, ചേച്ചി ചേച്ചി മെല കൊടുക്കൂ ചേച്ചി. ചേച്ചി, ചേച്ചി, ചേച്ചി. രാജാ, 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 രാജാ. രാധയോ? പാടി ശാലം കഞ്ഞി കുടിച്ചു? വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ഇത്തിരി കുടിച്ചോ മോളെ. വേണ്ട അമ്മേ. ആ സാറ് നിന്നെ പറ്റി ചോദിച്ചു. എന്തിനാ എന്നെ പറ്റി ചോദിക്കുന്നത്? ദേഷ്യം പിടിക്കണ്ട. ഇങ്ങനെ തല തിരിയാൻ കാരണം എന്താണെന്ന് തിരക്കുകയായിരുന്നു. അത് നേരെയാക്കാൻ അങ്ങേരെ ആരും വിളിച്ചില്ല. ആ സാറിനെ കണ്ട ഒരു മിണ്ടാപ്പൂച്ചയാ. എന്നാലും കലവടക്കുന്ന കൂട്ടത്തിലാണെന്ന് വിചാരിച്ചില്ല. നിന്റെ അച്ഛനെ വിചാരിച്ചാ ഞാൻ നാവടക്കി ഇരിക്കുന്നത്. ആരെ വിചാരിച്ചിട്ടായാലും അതിന്റെ ഗുണം നിനക്ക് തന്നെയാ. ഞാൻ ചെന്നിട്ട് വേണം അച്ഛൻ അങ്ങാടിയിൽ പോവാൻ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛാ, അച്ഛാ, ദാ സാറ് വന്നിരിക്കുന്നു. നമുക്ക് പോകാം. അയ്യോ, ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. സാരമില്ല, വന്ന സ്ഥിതിക്ക് സ്വല്പം ഇരുന്നിട്ട് പോവാം. ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. വിശേഷിച്ച് ഞാൻ ഈയിടെയായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. പട്ടണങ്ങൾ എനിക്കിഷ്ടമല്ല. ഈ ഉൾനാട്ടിലെ ജീവിതം ഒരുതരം ഒളിക്കൽ മാത്രമാണ് എന്ന് കരുതിയാൽ മതി. ഞാനൊന്നും അന്വേഷിച്ച് നടന്നില്ല. എന്നാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. രാധയെ പരിചയപ്പെട്ടപ്പോൾ എന്റെ മനസ്സ് അവളെ അന്വേഷിക്കുകയായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അച്ഛനില്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിവാഹാലോചന നടത്തണം. വിശ്വസിക്കാൻ വിഷമമാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഭ്രാന്ത് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. സാറേ, ഈ 20 കൊല്ലങ്ങൾക്കിടയിൽ ഈ ടി വിയിൽ വെച്ച് പലതും നടന്നിട്ടുണ്ട്.
പലപ്പോഴും കണ്ണടച്ചു നിന്ന് അത് സഹിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായി അവിടെ വെച്ച് ഒരു ജീവിതം അപകടപ്പെടുന്നത് 5 കൊല്ലം മുമ്പാണ്. അത് കാണേണ്ട വിധം കാണുകയും ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുകയും ചെയ്യാത്ത കുറ്റം എന്നിലുണ്ട്. ആ കഥ ഇനി അവിടെ ആവർത്തിക്കരുത്, അതും എന്റെ അറിവോടുകൂടി. ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേൾക്കേണ്ട സാർ, മറ്റു വല്ല കാര്യമുണ്ടെങ്കിൽ സാറ് പറഞ്ഞു. വിവാഹം ചെയ്ത് ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോകും. ആഗ്രഹം തീർന്നാൽ തെരുവിൽ ഇറക്കി വിടും. നിങ്ങളൊക്കെ പണക്കാരല്ലേ? കേശവൻ നായരെ, ഞാൻ എന്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കെന്നെ മനസ്സിലാകുമായിരുന്നു. ഞാൻ ഒരുത്തി വിവാഹം കഴിക്കുമെങ്കിൽ അതൊരു പാവപ്പെട്ട പെൺകുട്ടി തന്നെ ആയിരിക്കും. അതെന്റെ ഉറച്ച തീരുമാനമാണ്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ. കളിച്ച് കളിച്ച് കളി കാര്യമായല്ലോ. പാവപ്പെട്ടത് വേണമായിരുന്നെങ്കിൽ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന് നിന്നെ ആ മനുഷ്യന് ആവശ്യമില്ല. ഞാനൊരു മനുഷ്യൻ, സ്വന്തം മക്കളെ പറ്റി ഒരു വിചാരവും ഇല്ല. ചെന്ന് നടത്തി കൊടുക്കും. കുറച്ച് വെള്ളം കൊണ്ടുവാ. നീ ഇതിനകത്തിരിക്കുന്നത് നല്ല വേലയാണല്ലോ നീ കാണിച്ച പതുക്കാൻ. ഇപ്പൊ ശ്വാസം മുട്ടി ചത്തുപോയാലോ. പഴയ ദുഷ്യന്തിന് കുതിരയായിരുന്നു, ഈ ദുഷ്യന്തിന് കാറാണ്. അല്ല, നിനക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലോ. നീ എന്നെ ഒന്ന് കുളിപ്പിക്കണം. അതിന് ഞാൻ നിങ്ങളുടെ മുഴുവൻ പറ. നിങ്ങളുടെ എന്നതൊക്കെ നാളെ പറ. എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നുമില്ല. എന്നാൽ എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട് കേട്ടോ. ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. പോവാ. എന്തിനാ എന്നെ കളിയാക്കുന്നത്? കളിയാക്കല്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് കയറിയിരുന്ന് പറയാം. സാക്ഷാൽ ദുഷന്തന് ശകുന്തളയോട് തോന്നിയത് ദൈവീക പ്രേമമായിരുന്നു. നീ സിനിമയെ കണ്ടിട്ടില്ലേ? പക്ഷെ നിന്റെ താഴെ കണ്ണുനായ ചേട്ടനോട് ഈ വിവരങ്ങളൊന്നും പറയരുത്. ഞാൻ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇടി മണ്ടിപ്പണ്ട നീ കരയാണോ? എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എന്താണ് ആലോചിക്കുന്നത്? അല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ എന്താ ഒരു മാർഗം എന്നാലോചിക്കുക. ശരി, ഞാൻ പോകുന്നതിന് മുമ്പേ നിന്നെ ഒന്ന് വിശ്വസിപ്പിച്ചു. ചേട്ടൻ വിളിക്കുന്നു. നിന്റെ ഒരു കണ്ണുവിന്റെ കാര്യം സ്വർഗത്തിലെ കട്ടണം. നീ പോയിട്ടു ദ്രോഹി. ആ സമയത്ത് എന്ന് കയറി വിളിച്ചോ. ഞാൻ വിശ്വസിപ്പിക്കാൻ തുടങ്ങിയത്. ശങ്കരനായരെ, വന്നാട്ടെ. ഒരു വിശേഷം ഉണ്ടായിരുന്നു. എന്താണാവോ? നമ്മുടെ ടിവിയിൽ വന്ന് താമസിക്കുന്ന ചന്ദ്രൻ സാറിന് വേണ്ടിയാണ് ഞാൻ വന്നത്. വിശേഷിച്ച്? നമ്മുടെ രാധയ്ക്കൊരു വിവാഹാലോചന. ആരാ? അദ്ദേഹം തന്നെ. എന്താ കേശവൻ നായരെ ഈ പറയുന്നത്? പരിഹസിക്കുകയാണോ? അല്ല, അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞതാണ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. അദ്ദേഹം വലിയ പണക്കാരനായതുകൊണ്ടാണോ? അതും ആലോചിക്കേണ്ട വിഷയമാണ്. കുറച്ചു ദിവസം ഈ പ്രദേശത്ത് വന്ന് താമസിച്ച ഒരാൾക്ക് ഇങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ... ആദ്യം അദ്ദേഹം പറഞ്ഞപ്പോ എനിക്കും പലതും തോന്നി. പക്ഷെ അദ്ദേഹത്തിന്റെ കഥ കേട്ടപ്പോ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. ആള് കൊള്ളാവുന്നവനുമാണ്. നേരാണോ കേശവൻ നായരെ? അതെ, ഭാഗ്യം വന്നാണ് വിളിക്കുന്നത്. തിരിഞ്ഞു നിൽക്കരുത്. വന്നാട്ടെ, രാധയോട് ഞാൻ തന്നെ ചോദിക്കാം. രാധേ, രാധേ, മോളെ രാധേ. ഓടി ഇന്നട്ടെ. രാധേ, എന്താ മോളെ രാധേ, ഞാൻ നിനക്കൊരു കല്യാണാലോചനയുമായിട്ട് വന്നതാണ്. ചെറുക്കൻ ജീവിക്കാൻ സൗകര്യമുള്ളവനും നല്ലവനുമാണ്. നീ എതിരൊന്നും പറയരുത്. ടിവിയിൽ താമസിക്കുന്ന ആ ചന്ദ്രൻ സാറാ. നീ സമ്മതിച്ചാൽ വീട്ടിൽ പോയി വേണ്ടപ്പെട്ടവരെ അയക്കാമെന്നാ പറഞ്ഞത്. എനിക്കിഷ്ടമല്ല അമ്മവ. എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഇഷ്ടമല്ല, അത് തന്നെ. മോളെ, മോളെ, ഞാൻ പറയുന്നുവെന്ന് കേൾക്ക്.
ഈ സാറ് ആ സോമനെ പോലെയുള്ള ആളല്ല. അത് ഓർത്തിട്ടല്ലേ നീ? എന്തോർത്തായാലും അക്കാര്യം എന്നോട് പറയണ്ട. പറഞ്ഞു കേട്ടിടത്തോളം കുഴപ്പമില്ലെന്നാ എനിക്ക് തോന്നുന്നു. എന്റെയും വിശ്വാസം അത് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ വിശ്വാസം എന്തായാലും എന്നെ അതിന് കിട്ടില്ല അമ്മവ. മോളെ, നിന്റെ ചേച്ചിയെ നശിപ്പിച്ച സോമനെ പോലുള്ള ആളാണ് ഇദ്ദേഹം എന്നാണ് നിന്റെ വിചാരം, അല്ലേ? എല്ലാം അറിയുന്ന അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. മോളെ, അച്ഛൻ പറയുന്നത് നീ കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. അമ്മേ, അമ്മേ, ഇവനെ കൊന്ന് ചുട്ട് ചാമ്പലാക്കി കൊണ്ടുവരൂ. എന്നാലേ വിവാഹം നടക്കും. എന്നാ കേശവന്മാര് പൊക്കോളൂ. ഇങ്ങനെ പിടിവാശിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര നല്ലൊരു കല്യാണാലോചന വന്നിട്ട്. ആഹാ, ആലോചനയും കഴിഞ്ഞോ? അവൻ സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. കല്യാണ തീയതി നിശ്ചയിച്ചു. അതിനു മുമ്പേ കെട്ടി ഇങ്ങോട്ട് എത്തല്ലോ. എന്താ ചേട്ടാ നടന്ന്? എന്താ ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാനാ ഞാനീ? സമ്മതിച്ചില്ലായിരിക്കും. വല്ല ആടോ പശുവോ മറ്റാണോ കയറിട്ട് പിടിച്ചു കൊടുക്കാൻ? ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കട്ടെ. ഒരു കാര്യമില്ല. ദൈവം തമ്പുരാൻ തന്നെ വന്ന് പറഞ്ഞാലും അവൾ അനങ്ങൂല. ചേട്ടാ, അവളുടെ മനസ്സിലിരിപ്പ് ചേട്ടന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. അവളെ എന്റെ മോൻ നാണുക്കുട്ടന് വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതും ഇതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാറ് ആ കാര്യം ഒന്ന് മറന്നേക്കണം. ആ പെണ്ണിന്റെ വാശി ആർക്കും മാറ്റാൻ സാധ്യമല്ല. സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടില്ലേ അവളെ വിളിച്ചത്. അത് കാണാൻ കണ്ടില്ലെങ്കിൽ ആർക്കും നഷ്ടം. എന്റെ കൊച്ചങ്ങന്ന് രക്ഷപ്പെട്ടെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ ചട്ടി ഇന്ന് അടുപ്പിലേക്ക് വീണു. എന്താ ചേട്ടാ? രാധേ, ഞാൻ വിവരം അറിഞ്ഞു. എന്ത് വിവരം? നീ കല്യാണത്തിന് സമ്മതിക്കാൻ വിവരം ഞാൻ ആ സന്തോഷം അറിയിപ്പിക്കാൻ വന്ന. ഇതാരെയും സന്തോഷിപ്പിക്കാനല്ല. എന്നാലും അത് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. അയ്യോ, അതിനൊരു എഴുത്തയച്ചാ പോരായിരുന്നു ചേട്ടാ. ഇങ്ങനെ വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എടി, നീ അധികം നാവ് കിട്ടണ്ട. ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ആഹാ, അത് നാണക്കുട്ടൻ ചേട്ടൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്താ, നിനക്ക് ഇഷ്ടമില്ലേ? ഇല്ലെങ്കിലോ? അത് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യോ, നാണമില്ലല്ലോ ഈ ചേട്ടന്. രാധയെ സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും നാണം കെട്ട കാര്യമാണ്. ആണെങ്കിൽ പറ. നാണക്കുട്ടൻ ചേട്ടൻ ഇപ്പം പോ. നാണവും നാണക്കേടൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എടീ, നീ വീട്ടിലേക്ക് വരുമല്ലോ, ഒപ്പം കൊണ്ടോളാം. എന്താടാ പത്മനാഭ, നിങ്ങൾ തമ്മിൽ എപ്പോഴും മഴക്കാണല്ലോ. കണ്ടില്ലേ, കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കും. അയ്യോ, അതെന്തിനാ പപ്പനാൻ ചേട്ടാ? ഇവളിപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒരു ജോലിയില്ല. എന്നാൽ ഇവളെങ്കിലും ഉണ്ടെങ്കിൽ സമ്പാദിക്കട്ടെ. അയ്യോ, കരയുന്നു. അത് കൊള്ളാം. അയ്യോ, കരയല്ലേ. ഒരു 100 മില്ലിക്കുള്ളത് ഞാൻ തരാം. അതും കൂടെ അകത്തി ചെല്ലുമ്പം ഈ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റമൊക്കെ സംഭവിക്കും. പോ, നീയും നിന്റെ ഒരു ചേട്ടൻ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞത്?